എൻ്റെ അമ്മോ. വെൽക്കം ബാക്ക് ടു സയൻസ് വ്ളോഗേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ബാന ഹിൽസിലാണ്. സോ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ആദ്യം കാണുമ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ തോന്നും, പക്ഷേ ബാന ഹിൽസ് അതിലും അപ്പുറമാണ്. ഫ്രഞ്ച് കൊളോണിയൽ പീരീഡിൽ ഫ്രഞ്ച് ഓഫീഷ്യൽസ് സമ്മർ റിട്രീറ്റായി കണ്ടെത്തിയ മൗണ്ടൈനാണ് ഇന്നത്തെ ബാന ഹിൽസ്. ഈ ഒരു ഹിൽ സ്റ്റേഷനെ ഇന്ന് കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തത് സൺവേൾഡ് ഗ്രൂപ്പാണ്. വിയറ്റ്നാമിലെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനായ ബാന ഹിൽസ് ഡനാങ് സിറ്റിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തായി സീ ലെവലിൽ നിന്ന് 1487 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല തണുത്ത ക്ലൈമറ്റ്, യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചർ, വേൾഡ് ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ്, റെക്കോർഡ് ബ്രേക്കിംഗ് കേബിൾ കാർ റൈഡ്, ഫ്ലവർ ഗാർഡൻസ്, ടെമ്പിൾസ്, അഡ്വഞ്ചർ പാർക്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻസ്. നമുക്ക് എന്തായാലും ഒന്നൊന്നായി കാണാം കേട്ടോ. നേരത്തെ കാണിച്ച എൻട്രൻസിൽ നിന്ന് ബാന ഹിൽസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തായാലും കേബിൾ കാറിൽ പോകണം. ബാന ഹിൽസിലേക്ക് എത്താനുള്ള ഈ ഒരു കേബിൾ കാർ യാത്ര തന്നെ ഇവിടുത്തെ ഒരു മേജർ അട്രാക്ഷനാണെന്ന് പറയാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും ഇംപ്രസീവ് മൗണ്ടൻ കേബിൾ കാർ സിസ്റ്റംസിലൊന്നായ ഇത് ഫോറസ്റ്റ്, വാട്ടർഫാൾസ്, വാലീസ്, ക്ലൗഡ്സ് എന്നിവയുടെ എല്ലാം മുകളിലൂടെ സഞ്ചരിക്കും. 2009 ആരംഭിച്ച ഈ കേബിൾ കാർ സിസ്റ്റം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഏകദേശം 5.8 കിലോമീറ്റേഴ്സ് നീളമുള്ള ഈ ഒരു റൈഡ് ബാന ഹിൽസ് എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും അൺഫോർഗറ്റബിൾ പാർട്ടാണ്. കേബിൾ കാർ ഉയർന്നു പോകുമ്പോൾ ഡനാങ്ങിൻ്റെ ലാൻഡ്സ്കേപ്പ് കുറച്ച് മറഞ്ഞ് മേഘങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ കാണാൻ പറ്റും. ഞാൻ എന്തായാലും അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കാം. ഇതുവേ കാണുന്നില്ല, നമ്മുടെ കയ്യെ കാണുന്നില്ല, ഉള്ളിലുള്ള കാറേ കാണുന്നില്ല. അങ്ങനെ നമ്മൾ മെയിൻ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ഗോൾഡൻ ബ്രിഡ്ജ് ഏരിയയിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ മൗണ്ടെയിൻ ട്രെയിൻ സർവീസ് ഉണ്ട്. ഇവിടെയുള്ള മിസ്റ്റ് കാരണം ഓരോ നിമിഷവും വ്യൂ മാറിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം മൗണ്ടെയിൻ വ്യൂ കാണും, അടുത്ത നിമിഷം ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. ആക്ച്വലി ഈ വെതറാണ് തോന്നുന്നു ബാന ഹിൽസിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നത് ബാന ഹിൽസിനെ ലോകം മുഴുവൻ ഫേമസ് ആക്കിയ ഗോൾഡൻ ബ്രിഡ്ജിലേക്കാണ്. 2018 ഇത് ഓപ്പൺ ചെയ്തത്. 2 വലിയ കൈകൾ ബ്രിഡ്ജിനെ താങ്ങി നിർത്തുന്നത് പോലെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ബ്രിഡ്ജിൻ്റെ ആർക്കിടെക്ചർ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വിയറ്റ്നാം ടൂറിസത്തിൻ്റെ ഒരു ഐക്കണായി ഇത് മാറി. നമ്മളെപ്പോൾ വിയറ്റ്നാം സെർച്ച് ചെയ്താലും ഈ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരാം. സോ നമുക്ക് ഗോൾഡൻ ബ്രിഡ്ജ് നോക്കാം. എല്ലാം ഉണ്ട്. 2 കാല് ഇതാ അവിടെ, ഒരു കൈ ഇതാ അവിടെ, തല ഇതാ അവിടെ, എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ വിയറ്റ്നാമിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു ഗോൾഡൻ ബ്രിഡ്ജ്. പക്ഷേ ഇവിടെ മഞ്ഞ് കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒരു കൈയെ കാണാനേ പറ്റണുള്ളൂ. എവിടെയൊന്നും കൂടി മനസ്സിലാവണില്ല. പക്ഷെ അടിപൊളി. നോക്കൂ, ഇവിടെ എന്തോ ഭയങ്കര പേടിപ്പിക്കണ പോലെ നമ്മൾ മഞ്ഞിലിങ്ങനെ കയറി വരുമ്പോൾ ഒരു കൈ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കണ്ടാവും. ഓ, അടുത്ത് പോകുമ്പോൾ കുറച്ചിങ്ങനെ രണ്ടാമത്തെ കൈയും മെല്ലെ മെല്ലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് 2 സൈഡും കുറച്ച് കാണാം. ഇത് 2ാമത്തെ കേബിൾ കാർ ആട്ടോ കയറാൻ പോണേ. അങ്ങനെ നമ്മൾ 2ാമത്തെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗോൾഡൻ ബ്രിഡ്ജ് എല്ലാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ബാന ഹിൽസിൻ്റെ ഏറ്റവും ചാമിങ് ഏരിയ ആയ ഫ്രഞ്ച് വില്ലേജിലേക്കാണ്. ഇവിടെ എത്തിയാൽ പിന്നെ നമ്മൾ വിയറ്റ്നാമിലാണോ അതോ യൂറോപ്പിലാണോ എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇവിടുത്തെ യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിങ്സും കാസിൽസും കഫേസും ചർച്ചസും എല്ലാം ചേരുമ്പോൾ ഒരു മിനി യൂറോപ്പ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് ഡിസൈൻ ചെയ്ത ഈ വില്ലേജ് ബാന ഹിൽസിൻ്റെ ഹൃദയമാണ് എന്ന് തന്നെ പറയാം.
ഓരോ കോർണറും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്സുമാണ് കേട്ടോ. ഇവിടെ നടക്കുമ്പോൾ ഒരു മൂവി സെറ്റിലൂടെ ഒക്കെ നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഫ്രഞ്ച് വില്ലേജിൽ ഒരു ബ്രൂയിങ് സെഷനും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ബിയർ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടി പറ്റും. വലിയ വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക്സ്, ബ്രൂയിങ് സെറ്റപ്പ് എല്ലാം കണ്ടപ്പോൾ ഒരു മിനി ഫാക്ടറി ടൂറിൽ പോയ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബിയർ ഉണ്ടാക്കുന്നതിൻ്റെ പല സ്റ്റേജസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത് മുതൽ ഫെർമെൻറ്റേഷൻ വരെയുള്ള പ്രോസസ്സ് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ക്രാഫ്റ്റ് ബിയേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഫ്രഞ്ച് വില്ലേജ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ പോയത് അഡ്വഞ്ചർ റൈഡ്സും എൻ്റർടൈൻമെൻറ്റ്സും നിറഞ്ഞ ഫാൻറ്റസി പാർക്കിലേക്കാണ്. അതെ, ബാന ഹിൽസിൽ നേച്ചറും വ്യൂസും മാത്രമൊന്നുമല്ല, ത്രിൽ സീക്കേഴ്സിനെ കാത്തിരിക്കുന്ന ഒരു വലിയ ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടെ ഉണ്ട്. ഫാമിലി റൈഡ്സ് മുതൽ അഡ്വഞ്ചർ റൈഡ്സ് വരെ എല്ലാ ഏജ് ഗ്രൂപ്പിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അട്രാക്ഷൻസും ഇവിടെ ഉണ്ട്. വീഡിയോ ഗെയിംസ്, ആർക്കേഡ് ഗെയിംസ്, VR എക്സ്പീരിയൻസസ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഫാൻറ്റസി പാർക്കിൽ ഏറ്റവും പോപ്പുലർ അട്രാക്ഷനിൽ ഒന്നാണ് ആൽപൈൻ കോസ്റ്റർ. ഇതൊരു സെൽഫ് കൺട്രോൾ കോസ്റ്ററാണ്. വേണമെങ്കിൽ ബ്രേക്കൊക്കെ പിടിച്ച് സ്ലോ ആയി പോവാം, ധൈര്യം ഉണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയും പോവാം. എന്തായാലും ആ റൈഡ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മൊബൈൽ ഫോൺ കയ്യിൽ വെക്കുന്ന റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയത്ത് വീഡിയോസും ഫോട്ടോസൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ നമുക്കൊരു ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റോപ്പ് കാറിൽ പോയപ്പോഴാണ് ഞങ്ങൾ ഈ മലകളൊക്കെയാണ് ആ ഫോട്ടോയിലുള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചത്. വീണ്ടും റോപ്പ് കാറിൽ കയറിയിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. മിസ്റ്റ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വ്യൂസൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ റോപ്പ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഗോൾഡൻ ബ്രിഡ്ജ് ഒന്നുകൂടെ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോഴേക്കും മിസ്റ്റ് എല്ലാം മാറി ഗോൾഡൻ ബ്രിഡ്ജ് നല്ല ക്ലിയർ ആയിരുന്നു. നമുക്ക് രണ്ട് കൈയും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റി. പക്ഷേ അടുത്തെത്തിയപ്പോഴേക്കും വീണ്ടും മിസ്റ്റ് മൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. പക്ഷേ നന്നായിട്ട് കാണാൻ പറ്റി. ഗോൾഡൻ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ബാന ഹിൽസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയാസിലൊന്നായ ഒരു ഗാർഡനിലേക്കാണ്. 9 ഡിഫറെൻറ്റ് തീംഡ് ഗാർഡൻസ് ചേർത്തുണ്ടാക്കിയ ഈ ഒരു ഗാർഡൻ ഏരിയ ഫ്ലവേഴ്സും സ്കൾപ്ചേഴ്സും വ്യൂ പോയിൻറ്റ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു പീസ്ഫുൾ എസ്കേപ്പ് ആണെന്ന് തന്നെ പറയാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെയ്സ് ഗാർഡൻ ആണ് കേട്ടോ. ഒരു ചെറിയ സ്ഥലമാണ്, പക്ഷേ ഉള്ളിൽ കയറിയാൽ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാനേ കഴിയില്ല. നല്ല പാടാ വഴി കണ്ടുപിടിക്കാൻ. ഏത് വഴി പോയാലും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തും. എന്തായാലും ഫോട്ടോ എടുക്കാനും കുറച്ച് ഫൺ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതുപോലുള്ള സ്പോട്സ് എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബാന ഹിൽസ് കണ്ടു തീർക്കാൻ ഒരു ദിവസം എന്നത് വളരെ കുറവാണ്. ഫ്രഞ്ച് വില്ലേജിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഗാർഡൻ ചുറ്റി നടന്ന് കാണാൻ മാത്രമുള്ള സമയമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ കേബിൾ കാർ സിസ്റ്റം, ഫ്രഞ്ച് വില്ലേജ്, ഗോൾഡൻ ബ്രിഡ്ജ്, ഗാർഡൻസ്, റൈഡ്സ്, ടെമ്പിൾസ്, ഇതൊക്കെ ഒരു മൗണ്ടൈൻ്റെ മുകളിൽ എങ്ങനെ നിർമ്മിച്ചു എന്നത് ശരിക്കും ഒരു അതിശയം തന്നെയാണ്. മേഘങ്ങളുടെ ഇടയിൽ അത്രയും വലിയൊരു ലോകം തന്നെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.